വളരെ ശ്രദ്ധിച്ച് വേണം. ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് കാലയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. കാലയിൽ എന്തെങ്കിലും പറ്റിയാലോ ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല. കാലിൻ്റെ നഖം തിരുമണേനോ കാലിൻ്റെ വള്ളയിലുള്ള മർമ്മങ്ങൾ കാണിക്കുന്നതിനോ അല്ല ആ ഭാഗമൊക്കെ തിരുമണേന് വലിയ പ്രശ്നമില്ല. പക്ഷേ നമ്മൾ തിരിച്ചാണ് പോകണേ, ഇങ്ങോട്ട് പോകണം. ഇങ്ങോട്ട് പോയാലാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പിടിയും നമുക്ക് കാണിക്കാനും പിന്നെ കാലിലേക്ക് എത്താനും. ആ കാലിൻ്റെ ആണെങ്കിൽ പിന്നെ ആരും ചോദിച്ചു മനസ്സിലാക്കാം. ഉച്ചി മർമ്മം എന്ന് പറഞ്ഞൊരു മർമ്മമുണ്ട് നെറുകയിൽ. ഉച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് പതപ്പ് മർമ്മം എന്ന് പറയും. അതിന് പല പേരുകളുണ്ട്. ഉച്ചി മർമ്മം, സായി, ശിവ എന്ന് പറഞ്ഞ ഒത്തിരി പേരുകൾ അതിനുണ്ട്. ആദ്യം നമുക്ക് ആ പൊസിഷൻ ഒന്ന് മനസ്സിലാക്കുക. ഈ പൊസിഷനിൽ തന്നെ നിൽക്കുക. ഉച്ചി മർമ്മം. ഉച്ചി എവിടെയാണെന്ന് നമ്മളിങ്ങനെ അളന്നിട്ടുണ്ട്. ഇങ്ങനെ കൈവല്ലിന് അളക്കാവുന്നതേ ഉള്ളൂ. അതിനൊക്കെ ഉള്ള വായിക്കുമ്പോൾ അതിനകത്ത് കിട്ടുന്നതാവുള്ളൂ. ഇതാണ് ഉച്ചി മർമ്മം. ഉച്ചി മർമ്മത്തിൻ്റെ പോയിന്റ് ആരം ഒരുവാണ് ഉച്ചി മർമ്മം എന്ന് പറയുന്നത്. ഉച്ചി മർമ്മത്തിന് കൈവെള്ള വലിപ്പം. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നോക്കിയാൽ മതി. കുഞ്ഞ് ബ്രീത്ത് ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ ചലിക്കും, പൊങ്ങിത്താഴും. അത്രയും ഭാഗം അസ്ഥി വളരില്ല, തൊലി മാത്രമാവും. കുറേ ദിവസം കഴിയുമ്പോഴാണ് കൊച്ചിന് വയസ്സാകുമ്പോഴാണ് ഇവിടെ കയറി മൂടുന്നത്. ആ മൂടാത്ത ആ തൊലി എല്ലില്ലാത്ത ഭാഗത്തിനെയാണ് അതിൻ്റെ മർമ്മ വിശ്രതി എന്ന് പറയുന്നത്. ഒരു മർമ്മത്തിൻ്റെ വിശ്രതി കൈവെള്ളയുടെ ഒക്കെ ഇത്രയാണ് അതിൻ്റെ വലിപ്പം. മനസ്സിലായോ? ഇതിലൂടെ യോഗികളൊക്കെ ഇതിലൂടെ പ്രാണം പുറത്തേക്ക് വെക്കും. ഇതിലൂടെ പ്രാണം വെളിയിലേക്ക് പോയാൽ വളരെ ശ്രേഷ്ഠമാണ്. അതിന് പൂജാതി കർമ്മങ്ങളോ വായുക്കളെല്ലാം ഒന്നും ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. യോഗാശാസ്ത്ര വിധി അനുസരിച്ച് ശരീരത്തിനകത്തുള്ള പഞ്ചപ്രാണനുകളെയും ഒന്നിച്ചാക്കി ഇതിലെ വെളി കളയാനുള്ളതാണ്. അതിനാണ് സമാധി എന്ന് പറയുന്നത്. നമുക്കൊന്നും സമാധി കിട്ടൂല. ഇത് ഈ മർമ്മത്തെ പറഞ്ഞ് മനസ്സിലാക്കുക. കൈവെള്ളയുടെ വലിപ്പം, കൈവെള്ളയുടെ വലിപ്പത്തിൻ്റെ ഒത്ത നടുക്ക് മർമ്മത്തിൻ്റെ ബിന്ദു. ഇതിന് 4 പോയിന്റുകൾ, 4 ബിന്ദുക്കളാണുള്ളത്. ഈ 4 ബിന്ദുക്കൾക്കും ആയിരക്കണക്കിന് ജോലികളാണുള്ളത്. ഈ മതത്തിനാണ് നമ്മൾ തിരുമനാദി പഠിക്കുന്നത്. ഇതിൻ്റെ വലിപ്പം മനസ്സിലായില്ല. ഉത്തമമായിട്ടുള്ള ഒരു തൈലം എന്ന് വെച്ചാൽ ഇയാൾക്ക് ഉത്തമമായിട്ടുള്ളത്. ഇയാൾക്ക് ഉറക്കമില്ലാത്തവനാണെങ്കിൽ തണുപ്പുള്ളതും ചൂടധികമുള്ളതാണെങ്കിൽ തണുപ്പുള്ളതും. അതുപോലെ ഇയാൾക്ക് യോജിച്ചതായ ഒരു തൈലം, ആയിരക്കണക്കിന് തൈലങ്ങളുണ്ട്. ഈ തൈലം ഇവിടെ തലയിൽ വയ്ക്കാം. ഈ തലയിൽ വെച്ചിട്ട് പുരുഷനാണെങ്കിൽ വലത്തോട്ട് കറക്കണം. പുരുഷനാണെങ്കിൽ വലത്തോട്ട് കറക്കണം, സ്ത്രീയാണെങ്കിൽ ഇടത്തോട്ട് കറക്കണം. മനസ്സിലാവുണ്ടോ? അത് 4 വിരൽ കൊണ്ടാണ് കറക്കേണ്ടത്. ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ ഉപയോഗിക്കാൻ പാടില്ലാത്തതിൻ്റെ കാരണം ഇവിടെ ഉപയോഗിക്കരുത് പറഞ്ഞേ. നമ്മളെന്ന് പറഞ്ഞേ അറിയോ? ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. വെള്ളം കൊണ്ട് മാത്രമേ ഉപയോഗിക്കുമാവുള്ളൂ. ഇവിടെ നമ്മുടെ മുഴുവൻ പവറുകളുണ്ട്. ഗുരുക്കന്മാരൊക്കെ അനുഗ്രഹിക്കുന്നുണ്ടല്ലോ. ഇവിടെ റേസി ട്രീറ്റ്മെന്റ് നടത്തുന്നത് അവിടെ അവിടെ നമ്മുടെ മുഴുവൻ ഹൈ പവറുണ്ട്. ഈ പവർ ആ പവറും കൂടി കൂട്ടിയിടും. അപ്പൊ ഈ കടവലും കൊണ്ട് സാധിക്കില്ല. നമ്മുടെ ശരീരത്തിനകത്ത് എതിർഭാഗത്തുള്ള ഓറകൾ ഈ സമ്മതിക്കില്ല. ഇങ്ങനെ കാണിക്കുമ്പോൾ ആ ഓറകൾ തമ്മിലിരിക്കും. അത് വരുന്നുണ്ട്. അതില്ലാത്ത ഭാഗത്തെ വിരലുകളെ മാത്രം ഉപയോഗിച്ച് വേണം പുരുഷന്റെ വലത് ഭാഗത്തേക്ക്, സ്ത്രീക്ക് ഇടത് ഭാഗത്തേക്കും തടവണം. മനസ്സിലായോ? ഇഷ്ടമുള്ള തൈലങ്ങൾ വയ്ക്കാം. ഇഷ്ടമുള്ള തൈലങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് ഇപ്പം പക്ഷാഘാതമുള്ള ഒരാളാണെന്ന് വിചാരിക്കാം. പക്ഷാഘാതമുള്ള ആളാണെങ്കിൽ അതിന് നമ്മൾ ആയുർവേദ വിധി പ്രകാരം ഉപയോഗിക്കുന്നത് ധന്വന്തര തൈലം കൊണ്ട് ഉപയോഗിക്കാം. പിന്നെ മർമ്മ ചികിത്സാ പ്രകാരമാണെങ്കിൽ മർമാണി തൈലങ്ങൾ പലതുമുണ്ട്. വെല്ലൂർ തൈലം, അതുപോലെ പല തൈലങ്ങളും മർമ്മജാതികളുണ്ട്. അതിലേതെങ്കിലും ഉത്തമമായ ഒരു തൈലം മേടിച്ചെടുത്ത് ആ തൈലത്തിൽ നെറുകയിൽ വെച്ച് വലത്തോട്ട് പുരുഷനും ഇടത്തോട്ട് സ്ത്രീക്കും അതിൻ്റെ വലിപ്പം നിശ്ചയിച്ച്, കൈവെള്ള വലിപ്പം നിശ്ചയിച്ച് അപ്പുറം ഭാഗം കുടിക്കണം. അപ്പം 3 പ്രാവശ്യം വലത്തോട്ട് കുടിക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത മർമ്മം, അടുത്ത ഭാഗം. ബാക്കി കൈവെള്ള കഴിഞ്ഞ് ബാക്കി ഏത് ഭാഗമുള്ള മനസ്സിലാണ്ടോ? ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ സുഹൃത്തിന് തിരുമുകയാണെങ്കിൽ ഈ കൈവെള്ളയിൽ ഇത്തരുടെ ഭാഗം വലത്തോട്ട് കൊടുക്കുക. സ്ത്രീനെ തിരുമുകയാണെങ്കിൽ ഇടത്തോട്ട് തിരുമുക. ആ മർമ്മ പോയിന്റുകളിൽ ചെറുതായിട്ട് അമർത്തി ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിക്കാം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ബാക്കിലേക്കാണ് വരുന്നത്. ഇങ്ങനെ
മനസ്സിലാവും. ഗ്രീഹകാരത്തിലേക്കാണ് വരുന്നത്. ഗ്രീഹകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തും തലയും കഴുത്തും ചേർന്ന പോയിന്റുണ്ട്, ഗ്രീഹകാരം എന്ന് പറയും. ഇവിടെ നിന്ന് ഈ വലിപ്പത്തിനെ നമ്മൾ തിരുമിയിട്ട് ബാക്കിയുള്ള ഭാഗത്തെ ഇങ്ങോട്ടാണ് തിരുമുന്നത്. ഇതാണ് അതിന്റെ പൊസിഷൻ. മനസ്സിലായോ? ഡോക്ടർമാരോ ആരെങ്കിലും ഒരാളെ എഴുതിയിട്ടുണ്ട്? മനസ്സിലായോ? ഏത് ഭാഗമാണെന്ന് മനസ്സിലായോ? ഇങ്ങോട്ട് ആർക്കെങ്കിലും മാറാത്തതുണ്ടെങ്കിൽ വന്നാൽ ഞാൻ തെരുവിൽ കാണിക്കാം. ഒട്ടും മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം. ഇവിടെ റൗണ്ടിലായി. ആ റൗണ്ടിന്റെ ഏരിയ കഴിഞ്ഞു. ആ റൗണ്ടിന്റെ വിസ്തൃതി മനസ്സിലാക്കി ഇവിടെ കൈവച്ചു. ഇവിടെ കൈവച്ചിട്ട് ഈ കഴുത്തിന്റെ 2 നിരമ്പുകളിലേക്ക് മടങ്ങി വേണം ഗ്രീഹകാരം വരെ വരാവുള്ളൂ. ഗ്രീഹകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയോട്ടിയും കഴുത്തും കൂടെ ചേരുന്ന ഭാഗമാണ്. അവിടെ വന്ന് നിൽക്കണം. കഴുത്ത് നമുക്ക് വേറെ തീരുമാനമുള്ളതാണ്. മനസ്സിലാവുണ്ടോ? ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? ഇവിടുത്തെ വലിപ്പം മനസ്സിലായില്ലേ? ഈ വലിപ്പത്തിന്റെ എടുത്തു കഴിഞ്ഞിട്ട് അത്രയും നമ്മൾ തിരുമിയതാണ്. ഇനി അവിടെ തിരുമേണ്ട കാര്യമില്ല. ബാക്കിയുള്ള ഭാഗത്ത് കൈവയ്ക്കുന്നു. അവിടെ നിന്ന് കീഴോട്ട് പോരുന്നു. കീഴോട്ട് പോന്നിട്ട് ഗ്രീഹകാരത്തിലെ മുടി അവസാനിക്കുന്ന ഭാഗമില്ലേ, കുഞ്ചിക്കുഴി, ആ മർമ്മത്തിലേക്ക് വന്ന് നിൽക്കുന്നു. 3 തവണ. ആ പിന്നെ രോഗിയുടെ ഇതനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ ചെയ്യാം. 3 ചെറിയ ഒരു ഇത് പറയണം. നമ്പർ കൂട്ടിയെടുക്കാം. ഗ്രീഹകാരത്തിൽ വന്ന് നിൽക്കുന്നു. അപ്പം നമ്മൾ ഇത്ര തലയുടെ ഏത് ഭാഗമായി? ഇത്ര ഭാഗമായി. പിന്നെ നടുഭാഗം തിരുമണമെങ്കിൽ വീണ്ടും ഈ മർമ്മത്തിൽ വന്ന് വേഗ കൈ കൊണ്ട് ഇങ്ങോട്ട് വലിക്കണം. തല തിരുമണത് വളരെ ശ്രദ്ധിക്കണം. മാനസിക രോഗികൾക്കും മറ്റ് പ്രശ്നങ്ങളുള്ളവർക്ക്, ഉറക്കമില്ലാത്തവർക്കും ഒക്കെ തിരുമിയാൽ വളരെ ഗുണം ചെയ്യും. അത് ഇവിടെ നോക്കി വീണ്ടും കുഞ്ചിക്കുഴിയിലേക്ക് വന്ന് അവസാനിക്കണം. വീണ്ടും നമ്മൾ ചെവിക്കുറ്റിക്കാലത്തിലേക്ക് വേണം. ചെവിയുടെ പുറകിൽ ഒരു മുഴയുണ്ട്, 2 മുഴയുണ്ട്. ആ ഭാഗത്തിലേക്ക് പോയി വേണം. ആർക്കെങ്കിലും ഫീൽ ചെയ്യണമെങ്കിൽ വന്ന് വേണം. മനസ്സിലായോ? ഇപ്പൊ നമ്മളെല്ലാം ഇപ്പോൾ ഈ തല മുട്ടയടിച്ചിട്ട് ഒരു പെയിന്റ് പോകുമ്പോൾ തൂക്കുകയാണെങ്കിൽ മൊത്തം നമ്മൾ തീരുമ്പോഴത്തേക്കും മൊത്തം തീർന്നിരിക്കും. മനസ്സിലായോ? ആദ്യം ഇവിടെ തിരുമി, അവിടുന്ന് നമ്മൾ 2 ഭാഗത്തേക്കടെ വന്നു. പിന്നെ ഇടയ്ക്കുള്ള സ്ഥലത്തേക്കടെ വന്നു. പിന്നെ രണ്ടാമത് ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് വീണ്ടും ചെവിക്കുറ്റിക്കാലത്തിലേക്ക്. ഇവിടെ ഒരു മുഴയുണ്ട് ചെവിയുടെ പുറകിൽ. ആ മുഴയിലേക്ക് വന്നു. അത് കഴുത്തിന്റെ അവിടെ നിർത്തണം. കഴുത്ത് ഗ്രീഹകാലത്തിൽ വന്ന് അവസാനിക്കണം. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് വീണ്ടും നെറുകയിൽ കൈവരക്കണം. കൈ വന്ന് കറങ്ങി ഈ ചെവിയുടെ മോൾഭാഗത്ത് വന്ന് അവസാനിക്കണം. മോൾഭാഗത്ത് വന്ന് അവസാനിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുഖം തീരുമാനം വെച്ച് കഴിഞ്ഞാൽ ഇത് 2 ഭാഗമായിട്ട് ഇങ്ങനെ വകുക്കണം. 2 ഭാഗമായിട്ട് പുറത്തേക്ക് വെക്കാം. ഈ തൊടിയുടെ ഇവിടെ കൈവന്ന് വയ്ക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇവിടെ കറങ്ങി ഈ പെരിയത്തിലൂടെ കറങ്ങി മൂക്കിലൂടെ വെക്കണം. ഒന്നൂടെ കാണിക്കാം. തൊടി മധ്യത്തിൽ ഇങ്ങനെ കൈവയ്ക്കും. ഇങ്ങനെ കൈവച്ചിട്ട് കൈ ഇങ്ങോട്ട് പോകും. കവിൾ വർമ്മത്തിൽ വരും. ഇതൊക്കെ അടങ്കൽ മർമ്മമാണ്. ഇവിടെ ഇങ്ങനെ കറങ്ങും ഒരു 3 വട്ടം. ഈ 3 വട്ടം കറങ്ങിയിട്ട് കൈ മുകളിലോട്ട് കയറി ഇങ്ങനെ പിരികത്തിനെയും നെറ്റിയെയും മൂക്കിനെയും കൂടി ഇങ്ങോട്ട് വെക്കും. മോഹൻ തിരുമണ്ടി എങ്ങനെയാണെന്ന് പഠിക്കുന്നത്. നിങ്ങൾ കുളിക്കാൻ നേരത്തെ നിങ്ങൾക്ക് തീരുമാനമുള്ളതാണ്. കാണത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൈയിലോട്ട് പോകണം. തൊടി മധ്യം. തൊടിയിലൊക്കെ മർമ്മങ്ങളുണ്ട്. മധ്യഭാഗത്ത് മർമ്മമുണ്ട്. ഈ മർമ്മം ഇങ്ങനെ ഇങ്ങോട്ട് പോയി നമ്മൾ കവിളിൽ കറങ്ങണം. ഞാൻ കാണിക്കുന്ന കാണാമല്ലേ? ഇവിടെ മർമ്മം. ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങും. ഇവിടെ കവിൾ മർമ്മം. ഇവിടെ നിന്ന് ഇങ്ങനെ കവിൾ മർമ്മത്തിൽ ഇങ്ങനെ കറങ്ങുന്നു. കറങ്ങി ഈ പുരിക ഭാഗവും നെറ്റി ഭാഗവും ഇങ്ങോട്ട് എടുത്ത് ഈ മൂക്കും ഒക്കെ എടുത്ത് ഇങ്ങോട്ട് വരണം. അപ്പോഴാണ് നമ്മുടെ വായുവിൻ്റെ സഞ്ചാരം മുഴുവൻ നമ്മൾ ആദ്യം പറഞ്ഞ പ്രാണവായുവിൻ്റെയും മറ്റു വിഷവായുക്കളുടെയും ഒക്കെ സഞ്ചാരം ഈ റൂട്ട് അനുസരിച്ചാണ്. ആ റൂട്ട് അനുസരിച്ച് കൈ പോയാലാണ് പോഷിക്കൽ നടക്കുകയുള്ളൂ. മർമ്മ ഉപചാരം നടക്കുകയുള്ളൂ. മർമ്മ ഉപചാരം നടക്കുന്നത് നമുക്ക് ഇച്ചിരി കരിങ്കല്ല് തന്നാൽ പിന്നാലെ പോകും. നമുക്ക് തന്നെ ആഹാരം വേണ്ടേ? നമുക്ക് വയറ്റപ്പഴവും അതുപോലെ ഫുഡുകൾ കിട്ടിയാൽ നമുക്ക് പിന്നാലെ പോകും എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇങ്ങനെ തിരുമുമ്പോൾ കണ്ണിന് ആരോഗ്യം വരും,
കവിള് നന്നായി വരും. ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നത് കൊണ്ട് മുഖത്തിന് കളർ കിട്ടും, ചുളുക്ക് മാറും, അതിൻ്റെ വായു സഞ്ചാരങ്ങളെല്ലാം കഴിക്കും, നമ്മുടെ ബോധോദയം കൂടും. നമ്മൾ നീ മുഖം കഴിയിട്ട് വന്നിട്ടാന്ന് പറയില്ലേ, നമുക്ക് ക്ഷീണവും തളർച്ചയൊക്കെ തോന്നി ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ മുഖം കഴിവും. ഈ മുഖം കഴിയുമ്പോൾ ഇതുപോലെ വേണം മുഖം കഴുകാൻ. നിങ്ങൾ കുളിക്കുമ്പോഴും നിങ്ങൾ ഇതുപോലെ വേണം മുഖം കൂട്ടാൻ. നമ്മൾ ഇങ്ങനെ നമ്മൾ വലിക്കരുത്, കവിള് പോവും, മൂക്ക് പോവും. ആ വായുവിന് ഇനി മുതൽ നിങ്ങൾ മുഖം കഴുകുമ്പോൾ മുഖത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് കവിളിലൂടെ വന്ന് തൊടി മധ്യത്തിൽ വന്ന് രണ്ട് സൈഡിലൂടെ വന്ന് കവിളിൽ കറങ്ങി മേപ്പോട്ട് കയറി പിരികത്തിനെയും നെറ്റിയെയും മൂക്കിനെയും ചുണ്ടിനെയും കൂട്ടി പുറത്തേക്ക് തള്ളണം. എല്ലാ കുഞ്ഞുങ്ങളും അതാണ് അതിൻ്റെ മൂവ്മെന്റ്. മനസ്സിലാകണ്ടോ? മനസ്സിലാകണ്ടോ? നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കി, കവളിൽ കറക്കുമ്പോൾ ഇങ്ങനെ റൗണ്ട് കണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഈ കവള് സ്ഥാനത്ത് വന്നു, ഈ സ്ഥാനത്ത് വന്ന് ഇങ്ങനെ താഴോട്ട് കറക്കണം. താഴോട്ട് കറക്കിയിട്ട് കൈ മുകളിലോട്ട് പോകണം. നെറ്റിയും പുരികവും മൂക്കും കൂടെ കൂടി ഇങ്ങനെ ചേർത്തെടുക്കണം. മനസ്സിലായോ? അതന്നെ കറങ്ങണു. കറങ്ങി കഴിഞ്ഞിട്ട് ചുട കൈ പൊങ്ങണം. ചുട കഴിയുമ്പോൾ നെറ്റി ഇങ്ങനെ പോകണം. കൈച്ചോട അവിടെ കറങ്ങിയിട്ട് ചുട മുകളിലോട്ട് കയറുക. മൂക്ക് നെറ്റി അതെല്ലാം നമ്മളെ കയറി പുറത്തേക്ക് കിടക്കണം. അങ്ങനെ ഒരു 3 പ്രാവശ്യം കാണുമ്പോഴത്തേക്കും അവന് ബോധം ഉണ്ടാവും. ഒരു ബോധം കെട്ടിട്ട് കിടക്കണവൻ അവൻ വിളിച്ചില്ലെങ്കിൽ അടങ്കൽ പ്രയോഗമാണിത്. ഒരുത്തൻ ബോധം കെട്ടിട്ട് അവൻ എണിക്കുന്നില്ലെങ്കിൽ ഇതേപോലെ തിരുമ്മിയ അവൻ എണിക്കും. ഇപ്പൊ നമ്മൾ തലയുടെ മൊത്തമായി, നമ്മൾ ചെവിയിലാണ്. ചെവി എങ്ങനെ തിരുമാം എന്നാണ്. ഒരു മിനിറ്റ്, തല എല്ലാവരും തടവി നോക്കിയോ? ഒന്നും നോക്കിയിട്ട് ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട് ഇപ്പൊ ചോദിച്ചു പൊക്കോണം. നമുക്ക് ഒരുപാട് പോഷൻ കവർ ചെയ്യാനുള്ളതാണ്. മനസ്സിലായില്ലേ? മുകളില് ഉച്ചിമർമ്മം പറഞ്ഞു, ഉച്ചിമർമ്മത്തിന്റെ വലിപ്പം പറഞ്ഞു, ഉച്ചിമർമ്മം അങ്ങോട്ട് കറങ്ങണം എന്ന് പറഞ്ഞു, സ്ത്രീക്ക് അങ്ങോട്ട് കറങ്ങണം എന്ന് പറഞ്ഞു. അതോടെ നിന്ന് കീഴോട്ട് വന്നത് എവിടെയാന്ന് പറഞ്ഞു. പിന്നെ നടുക്കുള്ള ഇടംപിങ്കലെ വലംപിങ്കലയിലൂടെയാണ് ഈ കൈ വന്നേ. ഇടംപിങ്കലയും വലംപിങ്കലയുടെ കൈ വന്നത് സുഷുപ്നയിലൂടെ കൈ വന്നു. പിന്നെ ഇവിടെ കൈ വന്നു, ഇവിടെ കൈ വന്നു. ഇവിടെ തലയുടെ ഈ ഭാഗങ്ങളെല്ലാം തീർന്നു. ചെവിയും കവിള് ഇതൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. ഏതെങ്കിലും ഭാഗത്തിന് മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറയണം. കഴുത്ത് വരെയാണ്, കഴുത്തുമ്പോൾ എടുത്തിട്ടില്ല, കഴുത്ത് വരെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് നമ്മള്. ഇവിടുന്ന് ഇവിടെ നിന്ന് മുഖം കറങ്ങി ഇതിലെ കയറിയില്ല. നെറ്റി വരുമ്പോ ഇതിലും വരില്ലേ. പിന്നെ ചെവിഭാഗം തിരുമാണ്. എന്തോ മുഖത്തൊന്നുകൂടെ ഇയാൾ കാണിക്കുന്നു. നോക്കി മുകളിലോട്ട് കയറി പിരികത്തിനെയും മൂക്കിനെയും ചുണ്ടിനെയും കവർ ചെയ്ത്. മനസ്സിലാകണ്ടോ? നിങ്ങൾ എല്ലാവരും സ്വന്തം ചെയ്ത് നോക്കുക. അതൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ചെയ്യാൻ മനസ്സിലാവരുത്. മുന്നോട്ട് ഇങ്ങനെ രണ്ട് നമ്മുടെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടിയത് പിന്നെ അർത്ഥനാരീശ്വര സങ്കല്പ വിധി അനുസരിച്ച് 2 ഭാഗങ്ങളെ കൂട്ടിച്ചേർത്താണ് മുഖം ഉണ്ടാക്കിയേക്കുന്നത്. 2 ഭാഗങ്ങളെ കൂട്ടിച്ചാണ് ശരീരം ഉണ്ടാക്കിയേക്കുന്നത്. അതില് ഇടതുഭാഗം സ്ത്രീയുടേതും വലതുഭാഗം പുരുഷന്റെയും ഈ ചേർത്ത് വെച്ചേക്കുന്നിടത്ത് 2 സെറ്റ് വായുക്കളാണ് പ്രവർത്തിക്കുന്നത്. ഈ 2 സെറ്റ് വായുക്കളെയും ഒന്നാക്കാൻ അതിന്റെ പ്രവർത്തനങ്ങൾ ഈക്വൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ മുഖം തിരുമേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? തല തിരുമേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇനി അടുത്തത് ബാക്കി അതിനകത്തുള്ള ചെവി ഭാഗമാണ്. ചെവി ഭാഗത്ത് ബാഹ്യകർമ്മത്തിലൂടെ ഇങ്ങോട്ട് വരണം. എന്നിട്ട് ഈ ഭാഗം മേപ്പോട്ട് തിരുമണം. മനസ്സിലായോ? ചെവിയുടെ ഉള്ളിൽ ഈ ഭാഗം മുതൽ ഇങ്ങനെ കറങ്ങി ഇതിലൂടെ വന്ന് ഈ ഭാഗത്തിലൂടെ പുറത്തെടുക്കണം. മനസ്സിലായോ? എന്നിട്ട് ചെവിക്ക് ഉള്ളിൽ വിരലിടണം. എന്നിട്ട് കീപ്പോട്ടും മേപ്പോട്ടും 2 സൈഡിലോട്ടും 4 സൈഡിലേക്ക് ഇങ്ങനെ വലിക്കണം. ശരിക്ക് ഫസ്റ്റ് ശരിക്കുള്ളിലേക്ക് ശരിക്ക് വെള്ളം അമർത്തി കയറ്റി കീഴോട്ട് വലിക്കുക. അതുപോലെ തന്നെ മുകളിലോട്ട് വലിക്കുക. പിന്നെ ഇടത്തോട്ട് വലിക്കുക, വലത്തോട്ട് വലിക്കുക. ഒരു കുരിശ് പോലെ വലിച്ച്. അപ്പൊ നിങ്ങൾക്ക് പ്രത്യേക ഉണർവ് വരും. വെള്ളം നമുക്ക് ഇഷ്ടമുള്ളത് വയ്ക്കാം. നിയന്ത്രണത്തിൽ വെക്കുക. 2 വെള്ളം ചെവിക്ക് ഉള്ളിലേക്ക് ദ്വാരത്തിനകത്തേക്ക് ശരിക്ക് കയറി മുട്ടണം. നടുവരൽ വെക്കാം. നടുവരൽ വെച്ചിട്ട് കീഴോട്ട് വലിക്കുക, മേപ്പോട്ട് വലിക്കുക, സൈഡിലോട്ട് വലിക്കുക, അതിന്റെ എതിർ സൈഡിലേക്ക് വലിക്കുക. മനസ്സിലായോ? ഞാൻ സംശയമുണ്ടോ? ഇങ്ങോട്ടും അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും നടുവിന് അതിന് അന്നേരം ബ്ലഡ് സർക്കുലേഷൻ അവിടെ ക്ലിയർ ആവും. അപ്പൊ ബാഹ്യകരണം ശരിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ ആന്തരകരണങ്ങളും ഇളക്ക് മർമ്മവുമാണത്, അടങ്കലാണത്.
ഒരു ബോധം കെട്ട് കിടക്കുന്ന ആകടെ ചെവിക്കകത്തേക്ക് വിരലിട്ടതിന് ശേഷം മേലോട്ടും ഞാൻ പറഞ്ഞ പോലെ കിട്ടണമെങ്കിൽ അയാൾ എണിക്കും. അയാളുടെ മർമ്മങ്ങളും വായുക്കളും ഉദ്ദീപനപ്പെട്ട് അയാൾ എണിക്കാൻ തുടങ്ങും. അതിന് അടങ്കൽ 12 കാണിക്കുന്നുണ്ട് ഇപ്പം. അതിൽ ഒരടങ്കലാണിത്, ഒരടങ്കലാണ് കുഞ്ചിക്കുഴി, ഒരടങ്കലാണ് കവിട്, ഒരടങ്കലാണ് തിലകസ്ഥാനം. തലയിൽ ഒത്തിരി ഇളക്ക് മുറകളുണ്ട്. ഒരാൾ ബോധം കെട്ടി കിടക്കുവാണ്, അയാൾ ചത്തതാണോ, അയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയണമെങ്കിൽ അതിനെ എണിപ്പിക്കാനുള്ള മാർഗങ്ങൾ അതാണ്. അടങ്കലിന്റെ കാര്യം നമ്മൾ പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. ഇത്ര ചെവി വളവിലൊന്നും അറിയാനില്ല. മുകളിൽ നിന്ന് ഈ വളവിൽ, ഈ ചെവിയുടെ വളവിൽ ഇങ്ങനെ വന്നിങ്ങനെ കീഴ്പോട്ട്, അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട്, അത് കഴിഞ്ഞിട്ട് ഉള്ളില് അപ്പം പുറം തിരുമണം. ആ ചെവിയുടെ ആകൃതി അനുസരിച്ച് അയാൾക്ക് വേദന എടുക്കാത്ത വണ്ണം സോഫ്റ്റായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറക്കി വിടുക, ഇവിടെ നിന്ന് ഇങ്ങനെയും കറക്കി വിടുക. അതുപോലെ തന്നെ ഇടത്തെ ചെവിക്കും വലത്തെ ചെവിക്കും ചെയ്യുക. മുകളിൽ നിന്ന് താഴ്ചക്കാണ് ചെയ്യണേ. മുകളിൽ നിന്ന് താഴ്ചക്കാണ് വേണ്ടത്. പിന്നെ കവള ചുറ്റേണ്ട കാര്യം പറഞ്ഞു തന്നു. ഇവിടെ ചുറ്റേണ്ട കാര്യം പിരികത്തിൽ നിന്ന് ഇങ്ങോട്ടല്ല, ഇങ്ങോട്ട് വേണം. ഇതുണ്ടോ, ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ചോദിക്കണം, തിലകത്തിൽ വന്ന് ചോദിക്കണം. ഇവിടെയുണ്ട് 3 മർമ്മങ്ങൾ, അവിടെയും വന്ന് ചോദിക്കണം. അപ്പൊ ഈ ഭാഗവുമായി മനസ്സിലാവണ്ട. നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക. ഇനി നമ്മൾ കഴുത്തേലേക്ക് എത്തി. മനസ്സിലായോ? കണ്ണിന്റെ സുഹൃത്ത് കണ്ണിന്റെ തിരുമണി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതാണ് കണ്ണ്. നിങ്ങൾക്ക് ബസ്സിലിരിക്കുവാണ്, കണ്ണിനൊന്ന് ചൂട് വെക്കണമെന്ന് വെച്ചാൽ ആർക്കും സാധിക്കുമോ? അങ്ങനെ ഉരസരുത്. അങ്ങനെ ഉരസിയാൽ ഉണ്ടാകുന്നത് വിഷമാണ്. ഇങ്ങനെ ഉരസിയാ കയ്യിലുള്ള അഴുക്കുകളെല്ലാം അങ്ങനെ കൂടി മണക്ക് നോക്കിക്കേ, ചീന മണം വരും. അത് നമുക്ക് നിസ്സാരമായിട്ട് തോന്നുന്ന കാര്യങ്ങളിലൊക്കെ വലിയ കാര്യങ്ങൾ അടങ്ങുന്നുണ്ട്. ഒരു നിസ്സാരമായി നമുക്ക് തോന്നും. നിങ്ങൾ കൈ ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് മണത്ത് നോക്ക്, വിടക്ക് മണം വരും. അതുണ്ട്. ഞാൻ പറയും പോലെ ഒരിക്കൽ അമിതമായ ഹീറ്റില്ലേ നോക്കും, ചെടിക്ക് പകർക്കും. അമിതമായ ഹീറ്റില്ലേ നോക്കും, ഒന്ന് മണത്ത് നോക്കും. സുഗന്ധമാകരും. അതാണ് നമ്മുടെ വായുവിന്റെ ശരീരത്തിന്റെ ഒക്കെ പ്രത്യേകതകൾ. അങ്ങനെ ശരീരത്തിന് ലക്ഷക്കണക്കിന് മൂവ്മെന്റ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇട്ട് കാണിക്കുന്ന കാര്യം ഇങ്ങനെ ഇട്ട് കാണിക്കുന്നതിലും പാടില്ലേ? അപ്പൊ ഒരു ഗുരുവിൽ നിന്ന് ആയിരക്കണക്കിന് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ആയിരക്കണക്കിന് കാര്യങ്ങൾ. നിസ്സാരമല്ല ഈ ക്ലാസ്. വളരെ ശ്രദ്ധിച്ചിരുന്നാൽ ഞാൻ പറഞ്ഞില്ലേ, 1,00,000 രൂപയുടെ ഗുണങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് പറത്തിക്കൊണ്ട് പോവാം. അപ്പൊ ചൂട് വെക്കണം ഇങ്ങനെയാണ്. ശരിക്കും ഒന്നുകൂടി ബലത്തിൽ കാണിക്കാവോ, അത്ര ഹൈ പവറായിട്ട് ഇങ്ങനെ 2 കണ്ണിനും ചൂട് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒന്ന് മണത്ത് നോക്കും. ആ മണം സുഗന്ധ മണമാണ്. എന്നാ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹൈ ഹീറ്റ് വരുമ്പം അവിടെയുള്ള ആവശ്യമില്ലാത്ത അണുക്കളെല്ലാം ചത്തുപോകും. ഹീറ്റ് വന്ന് ചത്തുപോയി കഴിയുമ്പോൾ നല്ല അണുക്കളാണ് പിന്നെ ഉള്ളത്. ഈ നല്ല അണുക്കളെയാണ് നമ്മൾ സൂക്ഷിച്ചു പോകുന്നത്. അതാണ് അതിന്റെ ശാസ്ത്രീയത. അപ്പൊ നമ്മൾ വെള്ളം ചൂടാക്കണം എന്തിനാ? അതിനകത്തുള്ള അണുക്കളെല്ലാം പോകാനും നല്ല വെള്ളം ശുദ്ധിയാകാനുമാണ്. അതേപോലെ നമ്മുടെ ശരീരത്തിനകത്ത് ഓരോ മൂവ്മെന്റുകളും അതുപോലെ ഗുണം ചെയ്യും. ഇപ്പം നമ്മൾ അടുത്ത എന്നാ കൂടെ പോണേ, കഴുത്തേലേക്ക്. കഴുത്തിന് നമ്മൾ 4 ഭാഗമായിട്ടാണ് തിരിക്കേണ്ടത്. പുറം ഭാഗം, ഇടം പിങ്കല, വലം പിങ്കല, നടുക്ക് സുഷുപ്ന. ഇടം പിങ്കല, വലം പിങ്കല, നടുക്ക് സുഷുപ്ന. ഇടത്ത് ഭാഗത്തുള്ള ഞരമ്പുകളെ ഇടം പിങ്കല, വലത്ത് ഭാഗത്തുള്ള ഞരമ്പിനെ ഇടത്ത് ഭാഗത്തുള്ളതിന് ഇടം പിങ്കല്, വലത്ത് ഭാഗത്തുള്ള വലം പിങ്കല്, ഏറ്റവും നടുക്ക് സുഷുപ്നി. എന്നുവെച്ചാൽ നട്ടലിന്റെ സുഷുപ്ന കാണ്ഡം, അവിടെയാണ് തിരുമണ. അതിൽ ആദ്യമേ തന്നെ നമ്മൾ കഴുത്ത തിരുമണെങ്കിലും കഴുത്തിനോട് കുറച്ചുകൂടെ പുറകിലോട്ട് ഇറങ്ങി ഈ കഴുത്തിലേക്ക് കയറി ഗ്രീഹകാരം വരെ, തലയോട്ടി അവസാനിക്കുന്ന സ്ഥലം വരെ ഇങ്ങനെ മേപ്പോട്ട് പോകണം. തിരിഞ്ഞിരിക്കാവും. തിരിഞ്ഞിരിക്കാവും. ഇടംപിങ്കല വലംപിങ്കല മനസ്സിലായില്ലേ? ഇത് ഇടംപിങ്കല, ഇവിടെയാണ് ഇടംപിങ്കല, ഇതാണ് വലംപിങ്കല. അടുത്തൊരു സ്ഥലം ഇട്ടിട്ടുണ്ട്, അതിനാണ് സുഷുപ്ന ഞരമ്പുകൾ. ആദ്യം നമ്മൾ ഇവിടെ നിന്ന് തിരുമ്പി പോകണം. ഇവിടെ നിന്ന് വായുവിനെ കയറ്റി ഈ ഗ്രീഹകാരത്തിൽ വരുമ്പോൾ അവസാനിക്കണം. ഇനി പിന്നെ തലയിലേക്ക് കൊണ്ടുപോകരുത്. നമ്മൾ തല കീഴ്പോട്ട് തിരുമ്പി വെച്ചേക്കണതാണ്. അതിനിട്ട് ഇവിടെ നിന്ന് ഈ 2 ഭാഗത്തൂടെ കയറി വരണം. ഈ കയറി വന്നു കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ പല ആവർത്തി തിരുമ്മിയിട്ട് പിന്നെ മുകളിലോട്ടും കീഴിലോട്ടും തിരുമാം.
ഈ സുഷിപ്നയ്ക്ക് കീഴ്പോട്ട് മാത്രമേ തിരുമാവുള്ളൂ, മുകളിലേക്ക് വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് കീഴ്പോട്ടും തിരുമാം, സുഷിപ്ന കീഴ്പോട്ട് മാത്രം തിരുമുക. ഇടം പെങ്കിലും വലം പെങ്കിലും മുകളിലോട്ടും താഴോട്ടും, സുഷിപ്നയ്ക്ക് താഴോട്ട് മാത്രം. അങ്ങനെ തിരുമിയിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ഹെൽത്ത് അനുസരിച്ച് കുഞ്ഞു കൊച്ചന്റെ, സ്ത്രീകളുടെ, സോഫ്റ്റ് ബേസുകളുള്ളവര്, മസിൽസ് കൂടിയവർക്കൊക്കെ ഇച്ചിരി പവർ കൂട്ടി ചെയ്യാം. അല്ലാത്തവർക്ക് അവന്റെ ഹിതം പോലെ വേണം, അവന് സുഖം കിട്ടാം. ഒരു പ്രാവശ്യവും കൂടി ആ കൈ അതിൽ വന്നായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കണം രോഗി. അല്ലാണ്ട് വേദനെടുക്കുകയല്ല ചെയ്യണ്ടേ. ഒരു പ്രാവശ്യം കൂടി ആ കൈ അതിൽ വന്നായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആലോചിക്കണം. അതുപോലെ സോഫ്റ്റ് ആയിട്ടും അതുപോലെ ക്രമമായിട്ടും മസിൽസിന്റെ ആകൃതിയും വായുവിന്റെ ആകൃതിയും ഈക്വൽ ആവണം. എന്നാലാണ് ഒരു കനായിരിക്കണം. അതിന് നമ്മളെ കനത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, അത് ഇപ്പോൾ നമ്മള് ആ താഴ്ചകൾ അനുസരിച്ച് ഇപ്പൊ നമ്മള് മുകളിലത്തെ തൊലിക്കാതിരുമ്പണമെങ്കിൽ എന്തോ തൊലി വേണം, നിസ്സാര കട്ടി മതി. അതിന്റെ കുറച്ചുകൂടെ കെട്ടി നമ്മൾ തന്നെ എഴുതേക്കണേ പുളിയല്ല, ഒരേ കട്ടി മുതിരക്കനം പറഞ്ഞില്ലേ, ആ മുതിരക്കനത്തിൽ തിരുമാം. പിന്നെ നമ്മള് ഇലക്കള്ളിക്കനം പറഞ്ഞില്ലേ, ഇലക്കള്ളിക്കനത്തിലും തിരുമാം. പിന്നെ അതുകൊണ്ട് അങ്കുലം അങ്ങ് താഴോട്ട് ചെല്ലാം. അതിന്റെ രോഗിയുടെ ഹിതവും കൂടെ നോക്കണം. ഇതിപ്പോ ഇവിടെ വലിയ തല്ല് കിട്ടിയതൊക്കെ ആണെങ്കിൽ ആദ്യമേ വളരെ കനം കുറഞ്ഞതില്ലേ തിരുമാവുള്ളൂ. ഇപ്പൊ കഴുത്തിൻ്റെ മനസ്സിലായോ? ഇവിടെ നിന്ന് രണ്ടും മേപ്പോട്ടും കീപ്പോട്ടും, ഇടമെങ്കിലും വലമെങ്കിലും മേപ്പോട്ടും കീപ്പോട്ടും, സുഷിപ്ന കീപ്പോട്ട്. അതൊരു കണക്കുണ്ട്. 7 ആവൃത്തി, 21 കയ്യ്, 7 കയ്യ്, 9 കയ്യ്, അങ്ങനെ കൈക്കണക്കുണ്ട്. അത് നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളിൽ കൈക്കണക്കും കൂടെ മനസ്സിലാവും. അത് നമുക്ക് സ്വന്തം പ്രയോഗിച്ച് നമ്മുടെ സാമാന്യ ബുദ്ധി വെച്ചും ചെയ്യാം. സാധനങ്ങളുള്ളതാണ്. അതുകൊണ്ട് അതുപോലെ തന്നെ ഏറ്റവും ആദ്യം ഊണിക്കനത്തിലും, രണ്ടാമത്തെ പോക്ക് മുതിരക്കനത്തിലും, മൂന്നാമത്തത് കള്ളിക്കനത്തിലും ഒക്കെ പോകണം. അല്ലാണ്ട് ഓടിച്ചെന്ന് അവന്റെ ഞരമ്പിന് വേദന എടുക്കാൻ പാകത്തിന് പ്രസ് ചെയ്യരുത്. സോഫ്റ്റായിട്ട് ഉള്ളിലോട്ട് പോകണം. പിന്നെ അവന്റെ കരുത്തനുസരിച്ചും അവന്റെ പ്രായം അനുസരിച്ചും ലേഡി അനുസരിച്ചും പുരുഷനായിട്ടും ഉള്ള മാറ്റങ്ങൾ ആ കനത്തിൽ വരുത്തണം. ഇപ്പൊ നമ്മള് ഈ ഭാഗം പറഞ്ഞു പറഞ്ഞില്ലേ. പിന്നെ അടുത്ത ഇടത് ഭാഗം, ഇവിടുന്ന് ചെവിക്കുറ്റിക്കാലത്തിൽ നിന്ന് തൊണ്ടയിലേക്ക് പോകണം, തിരിഞ്ഞിരിക്കും. ബാക്കി മനസ്സിലായില്ലേ? ചെവിക്കുറ്റിക്കാലത്തിൽ നിന്ന് ഇങ്ങനെ ഈ തൊണ്ടയിലേക്ക് പോകണം, ഇങ്ങനെ മുമ്പിലേക്ക് തുമ്മിക്കാലത്തിനകത്തേക്ക് പോകണം. നമ്മുടെ പുരുഷന്മാരുടെ മുഴയുടെ മുകളിൽ, ഇവിടെ മുഴയുണ്ടല്ലോ, ഈ മുഴയുടെ മുകളിൽ നിന്ന് എവിടുന്ന നമ്മള് ചെവിക്കുറ്റിക്കാലത്തിന്റെ അവിടുന്ന്, ചെവിക്കുഴിയുടെ അവിടുന്ന് ഇങ്ങോട്ട് പോരും ഈ ഭാഗത്തേക്ക്. അവിടെ ബലമൊന്നും പ്രയോഗിക്കാൻ പാടില്ല. തൂങ്ങിച്ചാവണ ഒരു സ്ഥലമുണ്ട് അവിടെ ബലം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് വിട്ടുപോകും, ആൾ ചെത്തുപോകും. മനസ്സിലാവില്ല? ഈ മുഴയില്ലേ, ഈ മുഴയുടെ മുകളിലാണ് വിരൽ വന്ന് അവസാനിക്കേണ്ടത്. അത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്, കീഴോട്ടാണ് ബലം പ്രയോഗിക്കേണ്ടത്. മനസ്സിലായില്ല? അവര് തരുണാസ്ഥിയാണുള്ളത്. ആ തരുണാസ്ഥിയിലേക്കിട്ട് വെട്ടൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വിട്ടുപോയി ചെത്തും പോകും. അന്നനാളം തൂക്കിയിട്ടേക്കണ സ്ഥലമാണ്. മനസ്സിലാവുണ്ടോ? ഇവിടെ തൊട്ട് ഇവിടം വരെ മനസ്സിലായില്ലേ? മുഴ വരെ. മുഴയ്ക്ക് താഴെ തിരുമേണ്ടത് വളരെ ശ്രദ്ധിക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടാണ്, ഇങ്ങനെ മൊത്തം 4 വിരലും കൊണ്ട് ഇങ്ങനെ നമ്മുടെ മുകളിൽ ഉച്ചയുടെ മുകളിൽ കൈ മുട്ടണം. ഇങ്ങനെ മനസ്സിലായോ? അതുപോലെ തിരിച്ചും തരാം. ഉണ്ടോ? ഈ മർമ്മത്തിന് ഉപയോഗിക്കരുത്. ഇവിടെയൊക്കെ വിഷമ വിലയുണ്ടല്ലേ, വിഷമം വിലയുണ്ടോ? അപ്പൊ അവിടെയൊക്കെ ഒരു ചെറിയ തട്ട് കിട്ടിയാൽ മതി, സംഗതി പ്രശ്നമാവും. അപ്പോൾ പക്ഷെ ആ വായുവിന്റെ ക്രമത്തിന്റെ അനുസരിച്ചും മസിൽസിന്റെ ക്രമം അനുസരിച്ചും കൈ എടുക്കാൻ പറഞ്ഞാൽ അവിടെ സുഖം വരും. ഞാൻ പറഞ്ഞില്ലേ, ആ കൈ അതിലേക്കൂടെ ഒന്നോടെ പോകട്ടെ എന്ന് രോഗി വിചാരിക്കും. തെറ്റിയാ പോകണമെങ്കിൽ ചെറുപന്നെ അവൻ തിരുമപ്പിന്നെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ ഓടി പോകേണ്ടി വരും. മനസ്സിലാണല്ലോ? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കഴുത്തൊക്കെ വ്യക്തമായിട്ട് പഠിച്ചോണം. ചെവിക്കുഴിയിൽ നിന്നും ഇങ്ങോട്ട് താഴോട്ട്. ഞാൻ തണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ? ഒരു വിഷമവും ഇല്ല. അതെന്നാന്ന് വെച്ചാൽ വായുവിന്റെ സഞ്ചാരവും മസിൽസിന്റെ സഞ്ചാരവും അതിന്റെ വായുക്രമങ്ങൾ അനുസരിച്ചാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടും തിരുമാം, പുറയിൽ നിന്നിട്ട് അങ്ങോട്ട് തിരുമാം, അങ്ങോട്ടും ഇങ്ങോട്ടും തിരുമാം. അത് നമുക്ക് പഠിക്കാൻ വേണ്ടി കൈ തിരിച്ചു മാത്രം. മനസ്സിലായില്ലേ? കഴുത്തിന്റെ ഏത് ഭാഗമൊക്കെ ആയി.
കഴുത്തിന്റെ പുറകെ രണ്ടും കാണിച്ചു തന്നു, ഈ ഭാഗം കാണിച്ചു തന്നു, ഈ ഭാഗം കാണിച്ചു തന്നു, ഇവിടെ തിരുമണ്ട എന്ന് കാണിച്ചു തന്നു. പിന്നെ ഇത് മാത്രമേ ഉള്ളൂ, ചെവിക്കുറ്റിക്ക് താരത്തിന് താഴെ ഷോൾഡറിലേക്ക് തിരുമ്പ വിടുക. മനസ്സിലായോ? മനസ്സിലാവുണ്ടോ? അപ്പൊ കഴുത്തിന്റെ തോന്നുന്നു. ഓർഡർ ആദ്യം ഉത്തമാംഗത്തില്, ഉച്ചി മർമ്മത്തില് കൈവെള്ളയോടെ തിരുമുക. ആ കൈവെള്ളയിലേക്ക് തിരുമിയ ശേഷം ആ ഭാഗം വിട്ട് ഇങ്ങനെ കയ്യിലേക്ക് പുറകോട്ട് പോരുക. മനസ്സിലായില്ലേ? ഇടം പിങ്കിലേലും വലം പിങ്കിലേലും ചെന്ന് നോക്കുക. സുഷുപ്നെ അവിടെ വെറുതെ കിടക്കുക. അത് കഴിഞ്ഞ് സുഷുപ്ന കാന്തം തിരുമുക. മനസ്സിലായില്ലേ? ആ മോൾ വരെ മോഹം, ശരി. എന്നിങ്ങനെ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. കഴുത്തിന്റെ കൈ പുറകിലുണ്ട്. ആ പുറകില് ഇടമെങ്കിലും വലമെങ്കിലും സുഷുപ്നെയും തിരുമുക. അതിന്റെ എതിർവശം തിരുമുക. ഇത് തിരുമുക. ആ അത് ഇന്ന ഭാഗം ആദ്യം തിരുമാവുള്ളൂ മറ്റൊന്നുമില്ല, ഒന്നുമില്ല. ഈ ഷോൾഡറിന് ഇവിടെ മാത്രമേ വേദനയുള്ളൂ. ആ ഭാഗത്ത് മാത്രം വേശികൾ തിരുമ്പി കൊടുക്കാം. നമ്മളതിന്റെ വായുസഞ്ചാരവും ആ മർമ്മസ്ഥലവും അവിടുത്തെ അതിന്റെ മൂവ്മെന്റ് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ഭാഗത്തെ വേദനയുള്ളൂ ഇവിടെ തിരുമ്മിയാൽ മതിയല്ലോ. നമ്മൾ ഫുൾ ബോഡി ചെയ്യുന്ന സമയത്തോ ഫുൾ ബോഡി എല്ലാ ഭാഗവും തിരുമ്പാം. ഈ ഭാഗം തിരുമ്പുമ്പോൾ തന്നെ ഈ ഭാഗവും തിരുമ്പാം. മനസ്സിലായില്ലേ? ഇനി നമുക്ക് നട്ടലിനെ ഇവിടെ എന്താ ചെയ്യേണ്ടത്? അവിടെ അവിടെ ഒന്ന് അവസാനിച്ചിട്ടുണ്ടല്ലോ. ഈ തിരുമ്പുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ തൊടി കൊത്തുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് പോകണ്ടല്ലോ. ഇവിടെ ഒരു മർമ്മസ്ഥലമുണ്ട്. നമ്മളിങ്ങനെ കൈ വെക്കുമ്പോൾ ഇവിടെ അങ്ങനെ പോകണ്ടല്ലോ. അല്ലെങ്കിൽ ആ മർമ്മത്തിനെ മാത്രം വേണ്ടി തിരുമാം. അടിത്താടിയിലാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ബലമുള്ള അസ്ഥിയാണത്. ഈ അസ്ഥിയിൽ നമുക്ക് എന്ത് പണിയും കാണിക്കാം, എന്ത് പണിയും കാണിക്കാം, അങ്ങനെ പോവാം. ആ നമ്മുടെ ഏറ്റവും ബലമുള്ള അസ്ഥികളിൽ ഒന്നാണ് അടിത്താടിയിൽ. അടിത്താടിയിൽ നിന്ന് അത്രയും ബലമുള്ള അസ്ഥികൾ കുറവാണ്. വജ്രാസ്ഥികൾ വേറെ ഉണ്ട്. അതിനകത്തുള്ളത് എന്ന് വെച്ചാൽ മുച്ചാൻ അസ്ഥിയും കിട. നിങ്ങളുടെ ശരീരത്തിൽ 3 ചാൻ അസ്ഥി അളന്നെടുത്തേ കേട്ടെ. 3 ചാൻ 3 വരലാം 3 ചാൻ ചാൻ എന്ന് പറഞ്ഞാൽ ഇതാ. ആ 3 ചാൻ അസ്ഥി, ഏറ്റവും വലിയ അസ്ഥി തൊടെ അസ്ഥി അളന്ന് നോക്ക്. എത്രയുണ്ട്? 3 ചാൻ ഇല്ല. ആരാണ് 3 ചാൻ എന്ന് അളന്നു? അങ്ങനെ 2.5 ഇല്ല. ശരിക്കും അളന്നാൽ 2 ഉള്ളൂ. 3 ചാൻ അസ്ഥി കണ്ടുപിടിച്ചോണ്ട് വരാമോ? അടുത്ത കൊല്ലം വന്നാൽ മതി. അതിപ്പോ വേണോ? ഇപ്പൊ വേണമെങ്കിൽ ഇവിടെ മുട്ടിക്ക് 2, ബാക്കി 3. മുച്ചാൻ അസ്ഥി പഠിച്ചോ? മുച്ചാൻ അസ്ഥി പഠിച്ചോ? വജ്രാസ്ഥി എങ്കടാ. ഏറ്റവും ബലമുള്ള അസ്ഥി എവിടെ ഇടാം? അല്ല, ബോൺ 2ാം സ്ഥാനക്കാർ. നമ്മൾ തൊട്ട സ്ഥാനം 2ാം സ്ഥാനക്കാർ. അത് നമ്മൾ സാധാരണ ഇതിലേക്ക് പോകും. കാരാട്ടക്കാര് ഇഷ്ടിക വെട്ടി പൊട്ടിക്കുന്ന എവിടെയാണ് വരും? അടുത്തടി അസ്ഥി കണ്ട വജ്രാസ്ഥി ഇവിടെയാണ്. വജ്രാസ്ഥി ഇവിടെ കൊണ്ടാണ് ഇഷ്ടിക പൊട്ടിക്കുന്നത്. മനസ്സിലായോ? ഏറ്റവും വേറാണ് വാളസ്ഥി എന്ന് പറഞ്ഞാൽ ഏതാണ്? വാളസ്ഥി. അവൻ എന്നെ വെട്ടി. അവൻ വാൾ കൊണ്ടാണ് വെട്ടി. കൈക്ക് വെട്ടാം. വാളസ്ഥി. അങ്ങനെ ഒത്തിരി ഇതുണ്ട്. അതൊക്കെ കളരിയുടെ ആവശ്യത്തിനുള്ളൂ. കുത്ത്, മാക്കാച്ചി കുത്ത്, ജമ്പക്കുത്ത് എന്ന് പറഞ്ഞ ഇങ്ങനെ മുമ്പോട്ട് മർമ്മങ്ങളിൽ കുത്തും. ഇങ്ങനെ കുത്തിയിരുന്നെങ്കിൽ വിരൽ മടങ്ങിപ്പോകും. ആ വിരലിനെ സപ്പോർട്ടായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കൊടുക്കും. ഇതാണല്ലോ. അതൊക്കെ മർമ്മ പ്രയോഗത്തിൽ മതി, മർമ്മ ചികിത്സയിൽ വേണ്ട. അതൊക്കെ കുത്തിയിട്ട് ആൾക്കാർ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഭേദാക്കി വിട്ടാൽ മതി. കുത്താൻ നിൽക്കണ്ട. മനസ്സിലായില്ലേ? നമ്മൾ എവിടെയാ പോണേ? കഴുത്ത് തീർന്നില്ലേ? ഇനി നമുക്ക് ഷോൾഡർ തിരുമ്പാം. ഷോൾഡർ മസിൽസ്, കോളർ ബോണും ഷോൾഡർ മസിൽസും ആണ് അടുത്തത്. കഴുത്ത് തിരുമ്മി നിർത്തിക്കൊണ്ട് അവിടെ നിന്ന് നമ്മുടെ കൈ പുച്ഛത്തിലേക്ക്, ഇതാണ് ഷോൾഡർ. അങ്ങോട്ടും ഇങ്ങോട്ടും വേണം ഷോൾഡർ മസിൽസ്. ഇവിടം വരെ വരാവുള്ളൂ. ഇവിടെ ഒന്ന് വായി നിൽക്കുക. ഷോൾഡർ ഇവിടം വരെ വരാവുള്ളൂ.
മനസ്സിലായോ? പിന്നെ കോളർ ബോൺ തിരുമ്പ. നമ്മൾ കഴുത്ത് കഴിഞ്ഞു, ഷോൾഡർ കഴിഞ്ഞു, കോളർ ബോണും ഷോൾഡറും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സ്വന്തം തിരുമ്മി നോക്കുന്നേ, ഞാൻ പറഞ്ഞില്ലേ ജോഡിയായിട്ടിരിക്കണം. എന്നിട്ട് സുഹൃത്തിന്റെ തിരുമ്മി നോക്ക്, സ്വന്തം തിരുമ്മി നോക്ക്. ആ ഷോളർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുമ്മി നോക്കുക. ഇവിടെ വരെ പഠിച്ചു, അവിടം വരെ ചെയ്താൽ മതി. കഴുത്തിന്റെ അവിടം വരെ ചെയ്താൽ മതി. പഠിച്ചോ? എന്നിട്ട് എന്റെ തൊട്ട് താഴെ കോളർ ബോൺ, ആയോ? അടുത്തത് കൈ തിരുമണം എങ്ങനെയാണെന്ന് കാണിക്കാം.